മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. മൂന്നാറിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള അക്രമങ്ങളെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ അതിർത്തി ജില്ലയിലെ കളക്ടർ, പോലീസ് മേധാവി എന്നിവരുമായി ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിക്കും. മൂന്നാറിനെ കൂടുതൽ മനോഹരിയാക്കി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സർക്കാർ തുടരും. മൂന്നാറിലെ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് കിറ്റ്സിന്റെ കീഴിൽ പരിശീലനവും നൽകും. പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണും. വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി പാർക്കിങ്ങിനായി വിട്ടുകിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിനെതിരായിട്ടുള്ള അനുകൂലമായ ഒരു പിന്തുണ വേണമെന്നുള്ളതുകൊണ്ടാണ് വേഗം തന്നെ ഈ മീറ്റിംഗ് വെച്ചത്. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുന്നു, അവരെല്ലാവരും മൂന്നാറിനെ വിനോദസഞ്ചാരികളെ വളരെ സൗഹാർദ്ദപരമായി സ്വീകരിക്കാനും സുരക്ഷിതമായി ഒരു വിനോദസഞ്ചാരം ഇവിടെ ഉറപ്പുവരുത്തുന്നതിനുമുള്ള പിന്തുണയാണ് ഈ മീറ്റിങ്ങിൽ ഗവൺമെന്റിന് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾ വഴിയാണ് ഈ ലോകം അറിയേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, എല്ലാ വിനോദസഞ്ചാരികളെയും ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഞാനിതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ പോസ്റ്റ് കോവിഡ് പല ടൂറിസം ഡെസ്റ്റിനേഷൻസിലും ആളുകളുടെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. മൂന്നാറിൽ 2014 എത്തിയ സഞ്ചാരികളുടെ എണ്ണം 46 ലക്ഷമായിരുന്നെങ്കിൽ 2025 അത് 3 കോടിയാണ്. അപ്പോൾ 46 ലക്ഷത്തിൽ നിന്നും 3 കോടിയിലേക്ക് ഉള്ള ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അത് ഇനിയും കൂടാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത്രയധികം ഇവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി ഇത്രയുണ്ടോ? അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുടെയും കാരണം ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് പരിഹാരം കാണാൻ കഴിയും? ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കണമെങ്കിൽ, അതിനുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ മൂന്നാറിൻ്റെ സവിശേഷമായ പ്രത്യേകത പരിശോധിക്കുമ്പോൾ സർക്കാരിൻ്റെ കൈവശമുള്ള, ലോക്കൽ ബോഡികളുടെ കൈവശമുള്ള ഭൂമിയുടെ ലഭ്യത വളരെ കുറവാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ. അപ്പോൾ ആ സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സർക്കാർ ലാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് നിലവിലുള്ള ഇവിടുത്തെ മാർഗങ്ങൾ ഉപയോഗിച്ചോ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോ സംവിധാനങ്ങളോ ഒക്കെയായി ചർച്ച ചെയ്ത് ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ട്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും എലിവേറ്റഡ് പാത എന്ന ഒരു ആശയം യോഗത്തിൽ ഉയർന്നിരുന്നു. ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡീൻ കുര്യാക്കോസ് MP, F. രാജ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ്, ടൂറിസം സെക്രട്ടറി K. ബിജു, ഡയറക്ടർ M. അഞ്ജന, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു, ദേവികുളം സബ് കളക്ടർ VM ആര്യ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.